ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുസ്വരൂപത്തിനു മുൻപിൽ കൂപ്പുകരങ്ങളോടെ, ഭക്തിയോടെ, പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അമ്മയായി, കന്യകയായി, ഭൂലോകരാജ്ഞിയായി വാണരുളുന്ന അമ്മയുടെ സ്നേഹ സാന്നിധ്യം, സ്നേഹ സാമീപ്യം, അനുഗ്രഹത്തിൻ്റെ പുണ്യനിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കരികിൽ, നമുക്കൊപ്പം ഉറപ്പുവരുത്തിക്കൊണ്ട് ആ തിരുസ്വരൂപത്തിലേക്ക് നോക്കി അമ്മേ എന്ന് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥേ കന്യകേ, ത്രിലോകരാജ്ഞിയായി മേവുന്നോളെ, പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണയിൽ നിൻ സ്തുതിഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതിഗീതകങ്ങൾ. അംബികേ നാഥേ കന്യകേ, ത്രിലോകരാജ്ഞിയായി മേവുന്നോളെ, പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണയിൽ നിൻ സ്തുതിഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതിഗീതകങ്ങൾ. അമ്മേ ദൈവമാതാവേ, സ്വർഗീയ മന്നയുടെ പൊൻപാത്രമായി എപ്പോഴും വാണരുളുന്നവളെ, ജീവിതയാത്രയിൽ ക്ലേശങ്ങളിൽ പെട്ടുഴലുന്ന ഞങ്ങൾ ഓരോരുത്തരും കാൽക്കുഴഞ്ഞ് അമ്മയുടെ തിരുസന്നിധാനത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ സ്നേഹപൂർവം അരികിൽ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും കൊണ്ടുപോകണമേ. ക്രൂവേന്മാർ പേറും വ്രതമേ, സ്വർഗീയ മന്നതൻ പൊൻപാത്രമേ, ക്രൂവേന്മാർ പേറും വ്രതമേ, സ്വർഗീയ മന്നതൻ പൊൻപാത്രമേ, കാൽ കുഴയുമ്പോൾ ഒരാശ്രയം നീ അംബികേ ഞങ്ങൾ കേകിടണേ. അംബികേ നാഥേ കന്യകേ, ത്രിലോകരാജ്ഞിയായി മേവുന്നോളെ, പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണയിൽ നിൻ സ്തുതിഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതിഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതിഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതിഗീതകങ്ങൾ. എൻ്റെ സ്വരത്തിന് ചെവി തരുവിൻ, എൻ്റെ വാക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കുവിൻ. പ്രിയമുള്ളവരെ, ആമുഖമായി കർത്താവ് ഈശോ മിശിഹ ഇന്ന് നമുക്ക് നൽകുന്ന തിരുവചനം വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നും. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം തിരുവാക്യം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നുമില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും അസ്തമിക്കാത്ത അനന്തമായി നീളുന്ന സ്നേഹത്തിൻ്റെ ഉറവ പറ്റാത്ത സങ്കേതമാണ് കർത്താവ് ഈശോ മിശിഹ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഓരോ പ്രഭാതത്തിലും പുതുതായി സ്നേഹം നൽകുന്ന, ഒരിക്കലും പഴകിപ്പോകാത്ത പുതുമയുള്ള കർത്താവിൻ്റെ സ്നേഹത്തെ ആശ്രയിക്കുവാൻ എന്നും ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാം തിരുവചന സന്ദേശം കർത്താവ് നമുക്ക് നൽകുന്നു യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവാക്യം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹമുള്ള ദൈവമക്കളെ, ഒരുപക്ഷെ ഒത്തിരിയേറെ ജീവിത ഭാരങ്ങളാൽ ക്ലേശിച്ച് തകർന്നടിഞ്ഞവരാകാം, വീണുപോയവരാകാം നമ്മൾ ഓരോരുത്തരും. എന്നാൽ ദൈവമായ കർത്താവ് ഇതാ യെശയ്യാ പ്രവാചകനിലൂടെ നമ്മെ നോക്കി അരുളി ചെയ്യുന്നു, കർത്താവിനെ ആശ്രയിക്കുന്നവർ ഒരിക്കലും തളരുകയില്ല. കർത്താവിനെ ആശ്രയിക്കുന്നവർ ഒരിക്കലും തളരുകയില്ല. അതിനാൽ ദൈവമായ കർത്താവിനെ ആശ്രയിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ കഴുകനെ പോലെ ചിറകടിച്ചുയരുവാനുള്ള കൃപയും ശക്തിയും കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമാപന സന്ദേശമായി കർത്താവ് നമുക്ക് നൽകുന്നു യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 3-ാം തിരുവാക്യം. വെണ്ണീറിനു പകരം പുഷ്പമാല്യവും വിലാപത്തിനു പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിനു പകരം സ്തുതിയുടെ മേലങ്കിയും ഞാൻ നൽകും. വെണ്ണീറിനു പകരം പുഷ്പമാല്യവും വിലാപത്തിനു പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിനു പകരം സ്തുതിയുടെ മേലങ്കിയും ഞാൻ തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എത്രയോ സുന്ദരമായ വാഗ്ദാനമാണ് കർത്താവ് ഈശോ മിശിഹ ദൈവമായ കർത്താവ് പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെ നമ്മെ നോക്കി അരുളി ചെയ്യുന്നത്, വാഗ്ദാനം ചെയ്യുന്നത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, വെണ്ണീറിനു പകരം പുഷ്പമാല്യം സമ്മാനിക്കുന്ന ദൈവമായ കർത്താവ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ രോഗത്താലും ദാരിദ്ര്യത്താലും ദുഃഖങ്ങളാലും വേദനകളാലും ജീവിതങ്ങൾ കരിഞ്ഞു പോയിട്ടുണ്ടാകാം. കരിഞ്ഞുപോയ ജീവിതങ്ങളിൽ, വെണ്ണുനീർ പോലെ ആയിത്തീർന്ന ജീവിതങ്ങളിൽ പുഷ്പമാല്യം സമ്മാനിക്കുന്ന, ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യുന്ന ദൈവമായ കർത്താവിൻ്റെ സന്നിധാനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് എന്ന ഉറച്ച ബോധ്യത്തിലും വിശ്വാസത്തിലും പ്രതീക്ഷയിലും പ്രത്യാശയിലും കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ യാചനാരൂപത്തിൽ തുറന്നു പിടിക്കാം. പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ യേശു എന്ന നാമം, രക്ഷാകര നാമം, ഒരേ ഒരു നാമം നമുക്കൊന്ന് ഇടതടവില്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാം. യേശുവേ, 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 യേശുവേ. എല്ലാവരും അധരം തുറന്ന് സ്വരമുയർത്തി ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും രക്ഷാകര നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. ശക്തിയോടെ വിളിച്ച് പ്രാർത്ഥിക്കുക. സ്വരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുക. അനുഭവത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട്, കർത്താവിന്റെ തിരുമുഖം കണ്ടുകൊണ്ട്, അവിടുത്തെ തിരുമുറിവുകൾ കണ്ടുകൊണ്ട് ശക്തിയോടെ വിളിക്കട്ടെ, ശക്തിയോടെ വിളിക്കട്ടെ. സ്വരമുയർത്തി വിളിക്കട്ടെ. അവന്റെ കുരിശിലേക്ക് നോക്കി വിളിക്കട്ടെ. അവന്റെ തിരുമുറിവുകൾ കണ്ടുകൊണ്ട് വിളിക്കട്ടെ.
യേശുവെന്ന നാമം വിളിക്കുക, യേശുവെന്ന നാമം വിളിക്കുക, യേശുവെന്ന നാമം വിളിക്കുക. കുരിശിൽ രക്ഷയുണ്ട്, കുരിശിൽ കൃപയുണ്ട്, കുരിശിൽ പൂർണ്ണതയുണ്ട്, കുരിശിൽ സൗഖ്യമുണ്ട്. അനേക മക്കളുടെ പ്രാർത്ഥനകളോട് ചേർത്ത് തിരുവചനത്തിന്റെ ശക്തിയാൽ, ഭൂദാശകളുടെ ശക്തിയാൽ, തിരുവാക്യങ്ങളുടെ ശക്തിയാൽ, തിരുശരീര രക്തങ്ങളുടെ ശക്തിയാൽ, അഭിഷിക്ത വരങ്ങളാൽ, തിരുസഭയുടെ കൂട്ടായ്മയുടെ ശക്തിയാൽ, വിശുദ്ധ കുരിശിനാൽ അനുഗ്രഹിക്കണമേ, 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 അനുഗ്രഹിക്കണമേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം തമ്പുരാനേ, തമ്പുരാനേ. യേശുവേ, കരങ്ങൾ തുറന്നു പിടിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ ചൈതന്യത്താൽ കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ, പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ കർത്താവ് ഞങ്ങളിൽ നിറയ്ക്കട്ടെ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയായി മാറട്ടെ. പ്രാർത്ഥന കൊണ്ട് ജ്വലിക്കുവാൻ, പ്രാർത്ഥനയായി തീരുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ അധരങ്ങളിൽ നിന്റെ പ്രാർത്ഥന വെച്ചു തരണമേ. നിന്റെ പ്രാർത്ഥന കൊണ്ട് നിറയ്ക്കണമേ. സ്തുതിപ്പിന്റെ വരം നൽകണമേ, ഭാഷാവരങ്ങൾ നൽകണമേ, മറുഭാഷാവരങ്ങൾ നൽകണമേ. യേശുവേ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം തമ്പുരാനേ, തമ്പുരാനേ. കർത്താവായ ദൈവമേ, നിന്റെ തിരുരക്തത്തിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. കുരിശിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. ഭൂദാശികളുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. വലതുകരത്തിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. ആണിപ്പഴുതുള്ള കരത്തിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ, നൽകണമേ, നൽകണമേ. യേശുവേ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം തമ്പുരാനേ, തമ്പുരാനേ. എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന സഹായകൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നവനാണ്. ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉറപ്പിച്ചു തരുന്നവനാണ് പരിശുദ്ധാത്മാവായ ദൈവം. ഒരുപക്ഷെ മക്കളുടെ പഠന വൈകല്യങ്ങളെക്കുറിച്ചോർത്ത് ആകുലപ്പെടുന്ന മാതാപിതാക്കൾ, എത്ര പഠിച്ചിട്ടും ഉന്നത വിജയം നേടാൻ സാധിക്കാത്തതിൻ്റെ വേദനയിൽ കഴിയുന്ന കുഞ്ഞുമക്കൾ എല്ലാവരും ദാഹത്തോടെ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ, പഠിപ്പിക്കുന്നവനായ ദൈവത്തെ, പരിശുദ്ധാത്മാവാകുന്ന പ്രബോധകനെ വിളിച്ചു പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാവുക. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങളൊന്ന് യാചനാരൂപത്തിൽ തുറന്നു പിടിക്കാം. എന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിരൂപം മനസ്സിൽ കണ്ടുകൊണ്ട് അഗ്നിയായി, പ്രാവായി, ജീവജലമായി ഒഴുകിയിറങ്ങുന്ന കടന്നു വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിരൂപം മനസ്സിലൊന്ന് കണ്ടുകൊണ്ട് ആത്മാവേ എന്ന് നമുക്കൊന്ന് വിളിക്കാം. ആത്മാവേ, 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 പരിശുദ്ധാത്മാവേ, സ്വരമുയർത്തി വിളിച്ചുണരട്ടെ. ആത്മാവേ, സ്ലീഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ,
ഞങ്ങളിൽ അഭിഷേകമായി നിറയേണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധ അമ്മയിൽ അവിടുന്ന് നിറഞ്ഞതുപോലെ, ശിഷ്യ സമൂഹത്തിൽ അവിടുന്ന് നിറഞ്ഞതുപോലെ, പൂർവ്വപിതാക്കളിൽ അവിടുന്ന് നിറഞ്ഞതുപോലെ, രക്തസാക്ഷികളെ ധീരമതികളാക്കിയതുപോലെ, വന്ദകന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിലും വന്നു നിറയണമേ, ഞങ്ങളിലും വന്നു നിറയണമേ, ഞങ്ങളിലും വന്നു നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയുക നിത്യസഹായകനേ, അരുളുക എന്നിൽ തിരുവാക്യങ്ങൾ, അവികലമാകാൻ ജീവിതം. അണയുക പരിശുദ്ധാത്മാവേ, നിറയുക നിത്യസഹായകനേ, അരുളുക എന്നിൽ തിരുവാക്യങ്ങൾ, അവികലമാകാൻ ജീവിതം. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ, സുതരിൽ നിറഞ്ഞു സാക്ഷികളാക്കണമേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ, സുതരിൽ നിറഞ്ഞു സാക്ഷികളാക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, സഭയെ പടുത്തുയർത്തുന്നതിനു വേണ്ടി വരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവേ, അനേകം പുതിയ പുതിയ പ്രേക്ഷിതരുണ്ടാകുവാൻ, ശുശ്രൂഷകരുണ്ടാകുവാൻ വരങ്ങൾ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. നാവിന്റെ വരങ്ങൾ, മനസ്സിന്റെ വരങ്ങൾ, പ്രവൃത്തിയുടെ വരങ്ങൾ, ഭാഷാവരം, സ്തുതിപ്പിന്റെ വരം, അനന്തമായ പരിശുദ്ധാത്മ വരദാന ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മാവേ, പോയൊരു ജീവിതമിന്ന് ചലിച്ചിടാനായി ചൈതന്യം തരണേ. ചലനം പോയൊരു ജീവിതമിന്ന് ചലിച്ചിടാനായി ചൈതന്യം തരണേ. പാപപങ്കിലമാകും ലോകെ തെളിച്ചു നിന്നിടാ, ആത്മാവിൽ നവജീവിതമേകണമേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ, സുതരിൽ നിറഞ്ഞു സാക്ഷികളാക്കണമേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ, സുതരിൽ നിറഞ്ഞു സാക്ഷികളാക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ദൈവവചനത്തിന്റെ സാക്ഷികളായി മാറുവാൻ ലോകത്തിന്റെ അതിർത്തികൾ വരെയും യാത്ര ചെയ്ത് കർത്താവിന്റെ നാമവും സ്നേഹവും വചനവും എല്ലാവരിലേക്കും എത്തിക്കുന്നവരായി ധീരമതികളായി ഞങ്ങൾ തീരുവാൻ ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ. മൃതമായ ഞങ്ങളുടെ മാനസങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ. ആത്മാവേ, കരളിൽ കിളിർത്ത പാഴ്ചെടിയെല്ലാം എരിഞ്ഞിടാനായി നീ കത്തിക്കണമേ. കരളിൽ കിളിർത്ത പാഴ്ചെടിയെല്ലാം എരിഞ്ഞിടാനായി നീ കത്തിക്കണമേ. യേശുവാകും ഏക വഴിയെ സ്വർഗം ചേർന്നിടാം.
സാന്നിധ്യം നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീക വരങ്ങൾ കൂടുതൽ കൂടുതൽ തീക്ഷ്ണതയോടെ ജ്വലിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, അനുഗ്രഹത്തിന്റെ കരം നീട്ടണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പൂർണ്ണമായി നമുക്ക് കൊടുക്കാം, സമ്പൂർണമായി സമർപ്പിക്കാം. ആത്മാവേ, സമ്പൂർണമായി സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ച് കുടുംബ ബന്ധങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് ധ്യാന മന്ദിരങ്ങളെ സമർപ്പിച്ച് എല്ലാ വൈദികരെയും സമർപ്പിച്ച് ആത്മായ ശുശ്രൂഷകരെ സമർപ്പിച്ച് വരദാന ഫലങ്ങളുള്ളവരെ സമർപ്പിച്ച് പാപത്തിൽ ജീവിക്കുന്നവരെ സമർപ്പിച്ച് കർത്താവിന്റെ കുരിശിലേക്ക് സമർപ്പിച്ച് ഭൂദാശകൾക്ക് സമർപ്പിച്ച് തിരുമുറിവുകളിലേക്ക് സമർപ്പിച്ച് തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ച് സമ്പൂർണമായും സമർപ്പിച്ച് സ്വരമുയർത്തി വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്വലിക്കട്ടെ, 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 ജ്വലിക്കട്ടെ. കർത്താവിന്റെ കുരിശിലേക്ക് നോക്കി വിളിക്കുക, കർത്താവിന്റെ കുരിശുരൂപം കണ്ട് വിളിക്കുക. രക്ഷയുടെ നിമിഷമാണ്, അനുഗ്രഹത്തിന്റെ നിമിഷമാണ്. സ്വർഗീയ വെളിപാടുകൾക്ക് കാതോർക്കുക, കർത്താവിന്റെ സന്ദേശങ്ങൾക്ക് കാതോർക്കുക, കർത്താവിന്റെ അരുളപ്പാടുകൾക്ക് കാതോർക്കുക. സൗഖ്യത്തിന്റെ സന്ദേശമായി, സൗഖ്യമായി, സ്നേഹമായി, ആനന്ദമായി, വിടുതലായി കർത്താവിതാ കടന്നു വരുന്നു. നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാൻ കടന്നു വരുന്ന ദൈവമായ കർത്താവിന്റെ നാമം വിളിച്ചുണരട്ടെ. അനേക മക്കളുടെ പ്രാർത്ഥനകളോട് ചേർത്ത് തിരുവചനത്തിന്റെ ശക്തിയാൽ, ഭൂദാശകളുടെ ശക്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന, മാനസാന്തര ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന, സൗഖ്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള തിന്മകളെയും യേശുവിന്റെ കാൽച്ചുവട്ടിലേക്ക്, നിത്യ നരകാഗ്നിയിലേക്ക് ഈ സമയം ഞങ്ങൾ ആട്ടിപ്പായിക്കുന്നു. യേശുവേ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനേ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ